നമസ്കാരം. ഗൃഹനിർമ്മാണ രംഗത്തെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ കുക്കൂസ് നെസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന ഒരു വീട് കാണാനാണ് ഈ യാത്ര. പുഴങ്കല്ലുകൾ വിരിച്ച പാതയിലൂടെ നടന്നു ചെന്നാൽ വ്യത്യസ്തമായ ഗേറ്റും പടിപ്പുരയും കാണാം. പുഴങ്കല്ലുകളിൽ ചവിട്ടി നടക്കുമ്പോഴുള്ള ശബ്ദം വീടിനുള്ളിൽ വരെ കേൾക്കാം എന്ന് തീർച്ച. ഇതാ ഇവിടെ എനിക്ക് മുന്നിൽ മനോഹരമായ കാഴ്ചയായി ഈ വീട്. 11 സെന്റ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ വീട് പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. പഴയ തടിയുരുപ്പടികളുടെ പുനരുപയോഗവും ഈ വീടിന്റെ നിർമ്മാണ ചെലവ് നന്നേ കുറയ്ക്കാൻ സഹായിച്ചു. ഓരോരുത്തരും വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ ശൈലിയിലായിരിക്കും. ചിലർക്ക് പരമ്പരാഗത കേരളീയ ശൈലിയോടായിരിക്കും ഇഷ്ടം. മറ്റു ചിലർക്കാകട്ടെ വിദേശ ശൈലിയോടോ കോണ്ടംപററി ശൈലിയോടോ ആയിരിക്കും ഇഷ്ടം. ഡച്ച് നിർമ്മാണ ശൈലിയും കേരളീയ നിർമ്മാണ ശൈലിയും സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഈ വീടിന്റെ ഉടമ ആർക്കിടെക്ചറൽ ഡിസൈനറായ ശ്രീ ലാലൻ കാക്കനാട്ടാണ്. അദ്ദേഹം തന്നെയാണ് സ്വന്തം വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളീയ നിർമ്മാണ ശൈലിയിൽ ചെലവ് കുറച്ച് വീടുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് അദ്ദേഹം. ആ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പച്ച നിറമുള്ള അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് മേൽക്കൂരയുള്ള പടിപ്പുര ഗേറ്റ്, പകുതി ഭാഗത്തായി സിമന്റ് ബ്ലോക്കുകൾ പാകിയ മുറ്റം ഭംഗി നൽകുന്നു. തൊട്ടടുത്തായി കോമ്പൗണ്ടിലെ ചൂട് നന്നേ കുറയ്ക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ, പൂക്കളും ചെടികളും നിറഞ്ഞ മുറ്റം, ചുറ്റുവരാന്തയും തൂണുകളും മേൽക്കൂരയിലെ ഓടിന്റെ ഭംഗിയും പഴയ ഏതോ തറവാടിനെ ഓർമ്മിപ്പിക്കും. സിമന്റ് ബ്ലോക്കുകൾ പാകിയ മുറ്റത്തു നിന്നും റസ്റ്റിക് ടൈൽസ് വിരിച്ച കാർപോർച്ചിലേക്കും സിറ്റ് ഔട്ടിലേക്കും കടക്കാം. ഡിസൈനോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഫർണിച്ചർ കാണാം. മനോഹരമായി ഡിസൈൻ ചെയ്ത പ്രധാന വാതിൽ, ബ്രൗൺ നിറത്തിനൊപ്പം സ്വർണ്ണ നിറത്തിന്റെ പ്രൗഢിയും കാണാം. ഡിസൈനിന്റെ ചാരുത ആരെയും ആകർഷിക്കും. ആസ്ബറ്റോസ് പൈപ്പിൽ പ്ലാസ്റ്റർ ചെയ്തെടുത്ത തൂണുകളാണ് ഈ വീടിനുള്ളത്. ചെലവ് കുറയ്ക്കാൻ ഈ തരത്തിലുള്ള ഡിസൈൻ തീർച്ചയായും സഹായിച്ചു. പഴയ തറവാടുകളിൽ നിന്നും പൊളിച്ചു വാങ്ങിയ ജനാലകൾ
അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇവിടെ മനോഹരമായ ജനാലകളായി സ്ഥാനം പിടിച്ചിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ മൂലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചങ്ങലകളിലൂടെ മഴവെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. ചങ്ങലകളിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴവെള്ളം താഴെ ഭൂമിയിലേക്ക് താഴും. എത്ര മനോഹരമായാണ് ഇവിടെ മഴവെള്ള സംഭരണി സ്ഥാപിച്ചിരിക്കുന്നത്. ചെങ്കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഡിസൈൻ അതിമനോഹരം തന്നെ. പഴമയുടെ സ്പർശവുമായി സിറ്റ് ഔട്ടിൽ ചാരുകസേരയും കാണാം. പ്രധാന വാതിൽ തുറന്നാൽ ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കാം. ഫ്ലോറിങ്ങിന് ഇക്കണോമി റേഞ്ചിലുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ തറവാടുകളിലെ അറയും നിരയും കൊണ്ട് നിർമ്മിച്ച ചുവരുകൾ, ഒതുക്കമുള്ള ഫർണിച്ചർ എല്ലാം കൊണ്ടും ലിവിംഗ് റൂം അഴകുറ്റതാവുന്നുണ്ട്. ചുവരുകളിലെ തടിപ്പണിയുടെ സ്പർശം തന്നെ പഴമയുടെ മനോഹാരിത സമ്മാനിക്കുന്നുമുണ്ട്. സ്ത്രീ, പുരുഷൻ, കുട്ടി എന്നിങ്ങനെയുള്ള ആശയം സമന്വയിപ്പിച്ചാണ് 3 തടികൾ ഉപയോഗിച്ച് ഫർണിച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ജനാലകൾ കണിയാൻ വുഡൻ ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചത്. ലിവിംഗ് റൂമിലെ കോർണർ ടേബിളിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും സ്വന്തമാക്കിയ ഗണപതി പ്രതിമകളുടെ നീണ്ട നിര തന്നെ കാണാം. മറുവശത്തും കോർണർ ടേബിളിൽ ക്യൂരിയോസിന്റെ നിര തന്നെ. പഴമയുടെ തുടിപ്പുകളുമായി ഒരുപാട് വസ്തുക്കൾ ഈ ലിവിംഗ് റൂമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാൽപ്പെട്ടി, വഞ്ചിക്കസേര, ചെട്ടിനാട് ദിവാൻ, പണപ്പെട്ടി, ആഭരണപ്പെട്ടി എന്നിങ്ങനെ പഴമയുടെയും പുതുമയുടെയും ഒരു സമ്മേളനം തന്നെയാണ് ഈ ലിവിംഗ് റൂമിൽ സംഭവിച്ചിരിക്കുന്നത്. മെയിൻ സ്വിച്ച് ബോർഡ് ഒളിപ്പിച്ചിരിക്കുന്നത് പോലും ഡിസൈൻ കലാവിരുതിന്റെ ഉത്തമ ഉദാഹരണമാണ്. വളരെ സൂക്ഷ്മമായാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ. ലിവിംഗ് ഏരിയ കടന്നാൽ ടഫൻഡ് ഗ്ലാസ് കൊണ്ട് തീർത്ത പാലമായി താഴെയുള്ള പൂളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ കാണാം. അതിമനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഇടം തന്നെയാവും ഈ വീട്ടിലെ ഏറ്റവും പ്രിയമുള്ള ഇടമായി നമുക്ക് തോന്നുക. പാലം കടന്നാൽ നേരെ ഡൈനിങ് കം കിച്ചൺ ഏരിയയായി വിശാലമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയ. ഈ വീട്ടിലെ ഓരോ ഇടവും ക്രമീകരിച്ചിരിക്കുന്നത് പഴമയുടെ
സ്പർശമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഒരു ഭാഗത്തായി കമ്പ്യൂട്ടർ ടേബിൾ, ഡിസൈനിനോട് നന്നേ ഇണങ്ങുന്ന ക്യൂരിയോസ്.